സീക്രട്ട് ഏജന്റ് ചെയ്തത് ചെറ്റത്തരം. ഇത് പറഞ്ഞ ഞാനല്ല, ആറാട്ടണ്ണനാണ്. ആറാട്ടണ്ണൻ ആറാടുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ ആറാട്ടണ്ണൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടേ. അതായത് ഹൂ ഈസ് സീക്രട്ട് ഏജന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരന് വീഡിയോ ഭയങ്കര എന്തോ കാര്യമൊക്കെ ആയിട്ട് പുള്ളി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടേ. അപ്പൊ ഈ വീഡിയോനകത്ത് മെയിൻ വിഷയം എന്ന് പറഞ്ഞാൽ സീക്രട്ട് ഏജന്റ് ആണ്. അപ്പൊ ഈ സീക്രട്ട് ഏജന്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നിയേക്കണതെന്ന് പറഞ്ഞാൽ ഈ ആറാട്ടണ്ണനെ സിൻസിയർലി ഇത്തിരിയെങ്കിലും നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്തേക്കുന്ന ഒരാളാണ് ഈ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ആറാട്ടണ്ണൻ പല പ്രശ്നങ്ങളിനകത്ത് ഇപ്പൊ ഈ അനിറോസ് ആണെങ്കിലും അതേപോലെ ഏത് നടിമാരുടെ പ്രശ്നങ്ങളും പലതിനകത്ത് ചെന്ന് ചാടാറുണ്ട് പുള്ളി ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ ജെനുവിനായിട്ട് പുള്ളീനെ ഒന്ന് ഇഷ്ടപ്പെട്ട്, അതായത് പുള്ളീനെ സപ്പോർട്ട് ചെയ്യണതായിട്ട് എനിക്ക് തോന്നിയേക്കേണ്ട ഒരാളാണ് ഈ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്നത്. ബാക്കിയുള്ളവരൊക്കെ ജസ്റ്റ് കണ്ടന്റിന്റെ ഭാഗമായിട്ട് വീഡിയോ ഇട്ടിട്ട് പോകും. പക്ഷേ സീക്രട്ട് ഏജന്റിന് മാത്രമാണ് പുള്ളീനെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യലും അതേപോലെ തന്നെ ഇത്തിരി പുള്ളിക്ക് ഒരു ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കല്ലേ അണ്ണ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കണത്. എന്നാൽ അതേ സീക്രട്ട് ഏജന്റിനെ തന്നെ ഇപ്പോൾ പിന്നിൽ നിന്ന് കുത്തിയിരിക്കുകയാണ് ഗൈസ് നമ്മുടെ ആറട്ടണ്ണൻ. അപ്പൊ ആറട്ടണ്ണന്റെ വീഡിയോ നമുക്കത് കണ്ടു നോക്കാം. നല്ല കോമഡി സാധനമാണ്. സീക്രട്ട് ഏജൻറ്റുമായിട്ടുള്ള ബന്ധം ബ്രേക്ക് ചെയ്യേണ്ടാണ് വിചാരിച്ചാണ് ഇത്രയും നാൾ ഞാൻ നിശബ്ദനായിട്ടിരുന്നത്. ചില കാര്യം പറയാൻ നിവൃത്തിയില്ല. ഈ സീക്രട്ട് ഏജൻറ്റിൻ്റെ കണ്ടന്റ് കിട്ടാൻ വേണ്ടി എന്ത് വൃത്തിയിലും കാണിക്കുന്ന ആളാണ്. ഇന്നാൾ പുള്ളി കാണിച്ചതാണ് അനിറോസിനെ കുറിച്ച് ഞാൻ ഇട്ട വീഡിയോ ഒരു 10 മിനിറ്റുള്ളിൽ ഞാൻ ഡിലീറ്റ് ചെയ്തു. അതുമ്പോൾ പുള്ളി എടുത്തു വെച്ചിട്ട് മാക്സിമം പബ്ലിസിറ്റി കൊടുത്തിട്ട് പുള്ളിനെ ഉപദേശിക്കാൻ വരുന്നു. ഓക്കെ, അപ്പൊ സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ കണ്ടന്റിന് വേണ്ടി എന്ത് വൃത്തികേടും കാണിക്കുന്ന ഒരാളാണ്. അപ്പൊ എന്താണാവോ സീക്രട്ട് ഏജന്റ് ചെയ്തൊരു വൃത്തികേടെന്ന് ആറാട്ടണ്ണം പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഹണി റോസിനെ പറ്റി ആറാട്ടണ്ണം പറഞ്ഞൊരു തോന്നിവാസം നോട്ട് ദ പോയിന്റ്, തോന്നിവാസം പറഞ്ഞ് യൂട്യൂബിനകത്ത് അപ്ലോഡ് ചെയ്ത് എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളൊരു സാധനം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെയും പോകില്ല, അത് അവിടെ തന്നെ കിടക്കും. കാര്യം ആരെങ്കിലും ഏതെങ്കിലും ഒരുത്തരും അതെടുത്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങളത് ഇപ്പം ഇട്ട് കഴിഞ്ഞിട്ട് അപ്പം തന്നെ അടുത്ത സെക്കൻഡിൽ നിങ്ങൾ ഡിലീറ്റ് ആക്കിയെന്ന് പറഞ്ഞാലും കാര്യമില്ല. നിങ്ങൾ ഇട്ടോ പോയി. അതുകൊണ്ട് തന്നെ ഇപ്പം ഈ പുള്ളി പറയുന്നുണ്ടല്ലോ, ഈ പുള്ളി തോന്നിവാസം കാണിച്ച്, അതേപോലെ തോന്നിവാസം പോട്ടെ, പുള്ളി മറ്റേ വൃത്തികേട് കാണിച്ച്, എന്താ വൃത്തികേട്, ഇങ്ങേര് കാണിച്ച തോന്നിവാസം എടുത്ത് പറഞ്ഞാണ് പുള്ളി അത് വൃത്തികേട്. അത് മഹാ ഒരു വൃത്തികേട് തന്നെ. ബാക്കിയുണ്ടോ? പണ്ട് ബാല ജയിത്താൻ ഇഷ്യുള്ള നല്ല കളി കളിച്ചതാണ്. അന്ന് ഞാൻ ജയിത്താനെതിരെ ഓഡിയോ ക്ലിപ്പ് കൊടുക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നെയും കൊണ്ട് എഡിപ്പിച്ച് വീഡിയോ തന്നിട്ട് എഡിറ്റ് ചെയ്ത് എല്ലാം ചെയ്യിപ്പിച്ച് പുള്ളിയാണ്. കൂട്ടത്തിൽ ബാലയുടെ തോക്കിൻ്റെ അതിനോട് ഇടാൻ പറഞ്ഞു. എന്നാൽ ബാലയ്ക്ക് സജയത്തിൻ്റെ അവസ്ഥ വല്ലതും വിചാരിച്ചാൽ ഉണ്ടായിരുന്നതാണ്, ചെയ്യാതെ നിന്ന. ഇങ്ങനെ പല കളിയും കളിക്കുന്ന ആളാണ് സീക്രട്ട് ഏജന്റ്. ഓക്കെ, അപ്പൊ ബാല ചെകുത്താൻ വിഷയത്തിനകത്തും ഈ സീക്രട്ട് ഏജന്റ് തന്നെയാണ് വിഷയക്കാരെന്നാണ്. അതായത് ഇപ്പൊ അവരെക്കാളും, അതായത് ബാലേനേക്കാളും ചെറുത്താനേക്കാളും ഏറ്റവും വലിയ വിഷയം ഇപ്പൊ സീക്രട്ട് ഏജന്റ് എന്നാണ് ആറാട്ടണ്ണം പറയണത്. ഇങ്ങനെ കാര്യം പറഞ്ഞ് എന്ത് അവസ്ഥയാണെന്ന് നോക്കണേ. കാര്യം പുള്ളീനെ ആരെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യാന്നാ, അതായത് ഇപ്പൊ ഞാൻ വല്ലതും പോയിട്ട് പുള്ളിക്കാരനെ ഒന്ന് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യാന്നാ, ഒന്ന് എന്തെങ്കിലും നന്നാക്കാന്നുള്ള രീതിക്കൊക്കെ പുള്ളിയുടെ ഈ ഈ സംഭവമൊക്കെ ഉണ്ടല്ലേ ഇപ്പൊ പുള്ളി കാണിച്ചിട്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾ സോഷ്യൽ മീഡിയനകത്ത് വന്നിട്ട് ഈ കാട്ടണ ഈ ഒരുമാതിരി പൊട്ടത്തരങ്ങൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാതെ വിചാരിച്ച് ആരെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ അടുത്ത ദിവസം അയാളാണ് ഇങ്ങനെ ഏറ്റവും വലിയ ശത്രു. എന്നിട്ട് അതും പറഞ്ഞിട്ടാണ് വീഡിയോ ഇടുന്നത്. അപ്പോൾ ഈ സീക്രട്ട് ഏജന്റിനെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് സഹതാപം തോന്നുന്നുണ്ട്. ഈ മനുഷ്യരെ ആണല്ലോ പുള്ളി പോയി സപ്പോർട്ട് ചെയ്യുന്നത്. ഇത്രയും ഇതായിട്ടൊക്കെ നമ്മൾ ആരെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതും വലിയൊരു കാര്യം കേട്ടോ. നമ്മൾ അർഹതപ്പെട്ടവനെ അത് കൊടുക്കാൻ പാടില്ല, ഇങ്ങനെ അർഹിക്കല്ല. ഇത്ര നാളെ ഉണ്ടായിരുന്നത് ആ ബന്ധം ബ്രേക്ക് ചെയ്യേണ്ടാണ് വെച്ചിട്ടാണ്. ഇന്നാളെ കാണിച്ച പുള്ളി കാണിച്ച ഒരു ചെറ്റത്രമാണ്. ഞാൻ എൻ്റെ ഒരു ദുർബല നിമിഷത്തിൽ ഒരു വീഡിയോ ഇട്ടു, ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാണ്. ഞാൻ ആരും അറിയാതെ വളരെ കുറച്ച് നേരം അറിഞ്ഞുള്ളൂ. അന്ന് മുമ്പ് പുള്ളി എടുത്തു വെച്ചിട്ട് ശരിക്കും പബ്ലിസിറ്റി കൊടുത്തിട്ട് എന്നെ വിളിച്ചിട്ട് പറയുകയാണ് ഇനി ഇങ്ങനെ ചെയ്യരുതാണ്. പുള്ളി തൊപ്പിയെ ശരിക്കും ഉപയോഗിച്ചാണ്, എന്നെയും ശരിക്കും ഉപയോഗിച്ചാണ്. ഇവിടെ എറണാകുളത്ത് എപ്പോഴൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം കണ്ടന്റ് എടുത്തിട്ടേ പുള്ളി പോയിട്ടുള്ളൂ. ആയിരിക്കാം ചിലപ്പോൾ എറണാകുളത്തൊക്കെ പോയിട്ട് പുള്ളി കണ്ടന്റ് എടുക്കാറുണ്ട്. ഈ ആറാട്ടണ്ണനാണെങ്കിൽ തൊപ്പിനെയൊക്കെ കണ്ടന്റ് എടുക്കാറുണ്ട്. അതൊക്കെ കണ്ടന്റിന്റെ ഭാഗം തന്നെയാണ്. ഇപ്പൊ നിങ്ങളിത് ഇടുന്നതാണെങ്കിലും കണ്ടന്റിന്റെ ഭാഗം തന്നെയാണ്. അപ്പൊ അത് നമുക്ക് അങ്ങനെ പറയാനൊന്നും പറ്റൂല. കാര്യം ഓരോരുത്തരും അവരവരുടെ കണ്ടന്റിന് വേണ്ടിയിട്ടാണ് അവരവർ വീഡിയോ ഇടുന്നത്. അപ്പൊ പുള്ളി കണ്ടന്റിന് വേണ്ടിയിട്ട് തന്നെയാണ് വീഡിയോ ഇട്ടത്. അപ്പൊ ഈ പുള്ളി പിന്നെ പറയുന്നുണ്ട് ചെറ്റത്തരോട് കാണിച്ചത് ഓരോ തവണ വരുമ്പോഴും എന്നെ പറ്റി വീഡിയോ ഇടാറുണ്ട്. ഈ എന്തൊക്കെയാണ് ഇങ്ങനെ വിളിച്ച് പറയണേ. എനിക്ക് എങ്ങനെയാണ് ഇങ്ങനൊരു മനുഷ്യനെ
എനിക്ക് തീരെ മനസ്സിലാവുള്ള ഈ ഒരു മനുഷ്യനെ. ഒരു ഇടയ്ക്ക് ഇപ്പൊ കാണുന്ന പുള്ളിയല്ല, കുറച്ച് കഴിയുമ്പോഴുള്ള പുള്ളി വേറെ ഇങ്ങനെ കിടന്ന് തിരിഞ്ഞും മറിഞ്ഞോണ്ടിരിക്കും. അറിയോ ഇപ്പൊ നമ്മൾ പോയിട്ട് സംസാരിക്കണമെങ്കിൽ പുള്ളി പറയും, ഓ ശരിയാണല്ലേ, ഞാൻ അങ്ങനെ പറഞ്ഞ് തെറ്റായി പോയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും പുള്ളി ക്യാമറ എടുത്തിട്ട് പറയും, അവനുണ്ടല്ലോ അവൻ വന്നിട്ട് എന്നോട് അങ്ങനെ പറഞ്ഞു, അവൻ എന്ത് ധൈര്യം ഇരിക്കണം, അവൻ എന്ത് ചെറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ള രീതിക്ക് പുള്ളി സംസാരിക്കും. ഇങ്ങനെ സീക്രട്ട് ഏജന്റ് എനിക്ക് ചിരി വരും സത്യമായിട്ട് എനിക്കത് കണ്ടിട്ട്. ഓട്ടെ. അപ്പൊ ഇങ്ങനെ ഹണി റോസിനെ പറ്റി പറഞ്ഞതൊക്കെ എന്താണ്ടും പുള്ളിക്കാരന്റെ ഒരു അപ്പൊ ആ നേരത്തെ എന്തോ വിഷയം കാരണം, ആ നേരത്തെ ഒരു ചീത്ത ബുദ്ധി കൊണ്ട് പറഞ്ഞെന്നൊക്കെയാണ് പുള്ളി പിന്നെ അത് പറയുന്നത്. എന്താണ് വിളിച്ച് പറഞ്ഞത് അന്ന് ഓർമ്മയുണ്ട? പുള്ളിക്കാരൻ്റെ ആ വീഡിയോ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായി. എനിക്കിത് റിപ്പീറ്റ് ചെയ്യാൻ വയ്യ, പുള്ളി പറഞ്ഞ ആ ഒരു സാധനം ഇനി റിപ്പീറ്റ് ചെയ്യാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അപ്പൊ അമ്മാതിരി വൃത്തികേടൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ വന്നിരുന്നത് ഭയങ്കര എല്ലാം സീക്രട്ട് ഏജന്റാണ്, ഞാൻ ഭയങ്കര പുണ്യാളനാണെന്നൊക്കെ പറഞ്ഞിരിക്കണത് വെറും ചെറ്റത്തരം നിങ്ങളാണ് ചെയ്യണമെന്ന് എനിക്ക് പറയാനുള്ളൂ. ഈ ആറാട്ടനോടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്ക് എത്ര തരം വീഡിയോനകത്ത് പറയാനുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരേക്ക് ടാറ്റാ ബൈ ബൈ, സീ യു.